സഞ്ജു സഞ്ജു സാംസൺ. സഞ്ജു നല്ല ഫ്രണ്ടാണ്. സഞ്ജുവും ചാരുവും എൻ്റെ അശ്വതിയുടെ ഒക്കെ നല്ല ഫ്രണ്ടാണ്. സഞ്ജു ടീമിൽ വന്ന കാലം തൊട്ട് എപ്പോഴും ഞാൻ സഞ്ജുവിന് പറയുന്ന അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുള്ള എത്രയോ ക്രിക്കറ്റ് കോടിക്കണക്കിന് ആരാധകരിൽ ഒരാൾ ഞാനും. അതെ, ഇപ്പോഴും ഞാൻ പറയുന്നു സഞ്ജുവിന് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യൻ ടീം വന്ന് ഇറങ്ങുമ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആൾക്കാർ വിളിക്കുന്നില്ലേ സഞ്ജു സഞ്ജു എന്ന് വിളിക്കുമ്പോൾ ഞാൻ ടി വിയുടെ മുമ്പിൽ നിന്ന് വിളിക്കാറുണ്ട് സഞ്ജു സഞ്ജു ഞങ്ങളുടെ സഞ്ജു. അങ്ങനെയില്ലേ, ചെന്നൈയിൽ വന്നപ്പോൾ ഇവിടെ എ ടീമിന്റെ ന്യൂസിലൻഡ് മാച്ച് ഉണ്ടായിരുന്നു, 50 ഓവേഴ്സ് ന്യൂസിലൻഡ് മാച്ച് പരമ്പര അവർക്ക് കിട്ടി. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു എന്നെ ചേട്ടാന്ന് വിളിക്കുക, ചേട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഒരു ഉച്ചഭക്ഷണം തരാം, സമയമുണ്ടെങ്കിൽ വരിക, നിർബന്ധിക്കുന്നില്ല. അയ്യോ വരാം. അങ്ങനെ വന്നു, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചോദിച്ച് മടുത്ത് കാണും ജയറാം, പറഞ്ഞു മടുത്ത് കാണും. എന്നാലും ഞാൻ ചോദിക്കാം, പാർവതി ചേച്ചി വീണ്ടും സിനിമയ്ക്ക് വരുമോ? ഈ മാളവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഒന്നും നല്ല ഓഫ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇത്രയും വർഷം ഇത്രയും വെയിറ്റ് ചെയ്ത് ഇപ്പം എത്ര 30 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞു. ആ 30 വർഷം വേണ്ടാന്ന് വെച്ചൊരു സംഗതി തിരിച്ചൊരു വന്നിട്ട് ചിലപ്പോൾ ഇനി ഒരു സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് അത്ര നല്ല ഒരു ക്യാരക്ടറാണെങ്കിൽ ചെയ്താൽ നല്ലതുണ്ട് തീർച്ചയായിട്ടും. ജയറാമേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ, അപ്പം കോൾ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, മണിരത്നത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും പിന്നെ ആലോചിച്ചു, ഓടിച്ചെന്നു. അപ്പോൾ എനിക്കിങ്ങനത്തെ ഈ സിനിമയാക്കാൻ പോകുന്നു ഒന്നും അറിയില്ല. ഈ സിനിമയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് വല്ല അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ രാജരാജ ചോഴൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതറിയാം, രാജേന്ദ്ര ചോഴൻ അറിയാം, മറ്റേതറിയാം, തഞ്ചാവൂർ ക്ഷേത്രങ്ങളറിയാം. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിലിംഗ്. അതിനുശേഷമാണ് ഞാൻ ഈ ബുക്കും ഇതൊക്കെ കുറച്ചായിട്ട് റെഫർ ചെയ്ത്. ഒരു മൾട്ടി സ്റ്റാറർ മൂവിയാണ് മണിരത്നം എന്ന് പറഞ്ഞാലേ മൾട്ടി സ്റ്റാറിംഗ് ആണ്. അത് മാത്രമല്ല ഇതിൽ ജയം രവി, കാർത്തി, ഐശ്വര്യ റായ്, തൃഷ എല്ലാവരോടും ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അത് മറ്റു മൂവീസിനെക്കാളും ഇതിൽ എന്താണ് ഡിഫറൻസ് ജയറാമേട്ടൻ ഫീൽ ചെയ്ത്? ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ആർട്ടിസ്റ്റിനെയൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഒരുപാട് പേര് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമയാണിത്. അപ്പോൾ ജയം രവിയിലേക്ക് അരുൾമൊഴിവർമ്മനായിട്ട് എത്തിയത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അരുൾമൊഴിവർമ്മനായിട്ട് രാജരാജ ചോഴനായിട്ട് രാവിലെ വേഷം കെട്ടി രവി ക്യാരബിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ പോയിട്ട് കണ്ണുപെടണ്ട അത്ര ഭംഗിയാണ്. പ്രൊപ്പോർഷനേറ്റ് പെർഫെക്റ്റ് ആണ് തലയിൽ അത് വെച്ചിട്ട് വരുമ്പോൾ. ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങൊക്കെ അത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്.